മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറിയോട് അതൃപ്തി പ്രകടിപ്പിച്ച സംഭവത്തിൽ മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം. ഒപ്പമുണ്ടായിരുന്ന CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖിനോട് നിങ്ങൾ എപ്പോഴും എൻ്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന മമ്മൂട്ടിയുടെ ചോദ്യമാണ് സൈബർ ഹാൻഡലുകളെ ചൊടിപ്പിച്ചത്. അതേസമയം K. റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ വിളിച്ചു. വയനാട് ടൗൺഷിപ്പ് സന്ദർശനം കഴിഞ്ഞ് കാറിൽ കയറിയപ്പോഴാണ് വിളിച്ചത്. ആരെയും അറിയിക്കാതെ ടൗൺഷിപ്പിലെത്താനായിരുന്നു മമ്മൂട്ടി ആഗ്രഹിച്ചതെന്ന വിവരവും പുറത്തുവന്നു. നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നാന്ന് ഗോകുൽ രവി വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു. ഗോകുൽ, അതിനെതിരെ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം ശക്തമാണോ? ഇന്നലെയാണ് മമ്മൂട്ടി പ്രിയപ്പെട്ട നടൻ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകിയ ടൗൺഷിപ്പിലേക്ക് എത്തുന്നത്, സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിലേക്ക് എത്തുന്നത്. തികച്ചും വ്യക്തിപരമായ ഒരു സന്ദർശനമായിരുന്നു മമ്മൂട്ടിയുടേത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സർക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടത് പ്രകാരമല്ല മമ്മൂട്ടി അങ്ങോട്ടേക്ക് എത്തിയത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ കണ്ടും അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞും അവിടെ സന്ദർശിക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് മമ്മൂട്ടി എത്തിയത്. ചെന്നൈയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇന്നലെ എത്തി ആ സന്ദർശനത്തിന് ശേഷം തിരിച്ച് ചെന്നൈയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. വളരെ ഷോർട്ട് നോട്ടീസിലുണ്ടായിരുന്ന പെട്ടെന്നുണ്ടായ ഒരു സന്ദർശനമാണ്. ഒപ്പം ഉണ്ടായിരുന്നത് നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫുമാണ്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ തൊട്ട് മുമ്പ് CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഈ ടൗൺഷിപ്പ് സന്ദർശിക്കാൻ എത്തിയിരുന്നു. സ്വാഭാവികമായും MA ബേബിക്കൊപ്പം CPM പ്രവർത്തകരുണ്ടായിരുന്നു, CPMന്റെ ജില്ലാ നേതാക്കളുണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുടെ വലിയ പട അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ MA ബേബിക്കൊപ്പമുള്ള രാഷ്ട്രീയ നേതാക്കളും ഒക്കെ മടങ്ങിപ്പോകുന്നത് വരെ ടൗൺഷിപ്പിന് പുറത്ത് കാത്തുനിന്ന ശേഷമാണ്, അല്പസമയം കാത്തുനിന്ന ശേഷമാണ് മമ്മൂട്ടി ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ ഈ സന്ദർശനത്തിലേക്ക് മമ്മൂട്ടി അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികം നമുക്കറിയാം, ഒരു നടനെത്തുമ്പോൾ ആളുകളുടെ കൗതുകം കൂടും. കൂടുതൽ ആളുകൾ കേട്ടറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തി. ടൗൺഷിപ്പിലുള്ള ആളുകൾക്കൊക്കെ വലിയ കൗതുകമായി അവരുടെ അടുത്തേക്ക്, മമ്മൂട്ടിയുടെ അടുത്തേക്ക് ഈ ആളുകൾ എത്തിയപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിലേക്ക് CPM നേതാക്കൾ ഇടപെടാൻ തുടങ്ങി. അങ്ങനെയാണ് K. റഫീഖ് ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്തുന്നതും നടന്നു പോകാൻ വഴി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് K. റഫീഖ് ഉൾപ്പെടെ പോയത്. പക്ഷേ തുടർന്ന് അദ്ദേഹത്തെ ഈ K. റഫീഖ് CPMന്റെ ജില്ലാ സെക്രട്ടറി അനുഗമിക്കുന്ന ഘട്ടത്തിലാണ് മമ്മൂട്ടി പറയുന്നത്, നിങ്ങൾ എൻ്റെ ഒപ്പം വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നു എന്ന് കരുതും. തൻ്റെ ഈ സന്ദർശനത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ നിറവും വേണ്ട, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഒരു ചേർന്ന് നിൽക്കുന്നുവെന്നോ അല്ലെങ്കിൽ CPMുമായി ചേർന്ന് നിൽക്കുന്നുവെന്നോ ഒരു നിറം വേണ്ട എന്ന് മമ്മൂട്ടിക്ക് കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു. അത് അദ്ദേഹം അവിടെ പറയുകയാണ് ചെയ്തത്. പക്ഷേ ഈ വീഡിയോ പുറത്ത് പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടി K. റഫീഖിനെ രണ്ടു ഭാഗത്ത് ശരിയാണ്. ഇപ്പോൾ മമ്മൂട്ടിയെ പോലും നടൻ അവിടെ എത്തുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം, അത് CPM ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, ആരെങ്കിലും ആ നേതാക്കൾ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ നേതാക്കളോട് ഉത്തരവാദിത്തമാണ്. മാത്രമല്ല അതിനു മുമ്പ് MA ഇവിടെ ഒന്ന് മടങ്ങിയിരുന്നു. അപ്പോൾ K. റഫീഖ് അടക്കം CPM പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ മമ്മൂട്ടി വരുന്നു എന്നത് കണ്ട് വന്നതല്ല റഫീഖ്. രണ്ടാമത്തെ കാര്യം, മമ്മൂട്ടി അങ്ങ് ആഗ്രഹിക്കാം, ഞാൻ ഇങ്ങനെ വലിയ പദ്ധതിയിൽ വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ നിറം അതിന് വരേണ്ടതില്ല, CPM ജില്ലാ സെക്രട്ടറി എപ്പോഴും കൂടെ നിന്നാൽ അതിന് രാഷ്ട്രീയ നിറം വരും എന്ന് കരുതി അദ്ദേഹം അത് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ അത് അവിടെ തീരേണ്ടതാണ്. അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചിഴക്കുകയും മമ്മൂട്ടിയെ പോലും മഹാനടനെതിരെ സൈബർ ആക്രമണം നടത്തുകയും ചെയ്യലൊക്കെ വേണ്ട. അത് ശരിയായ നടപടിയല്ല ഗൂഗിൾ. അതാണ് ഹാഷ്മി. അതായത് ഈ പ്രശ്നത്തിൽ നമ്മൾ ആ പ്രതികരണത്തിൻ്റെ മമ്മൂട്ടി നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിൽക്കണ്ട എന്ന് റഫീഖിനോട് പറയുമ്പോൾ റഫീഖും ചിരിച്ചുകൊണ്ടാണ് ഒരു അടി പിന്നോട്ട് മാറി നിൽക്കുന്നത്. മമ്മൂട്ടി അത് ചിരിച്ചുകൊണ്ടാണ് പ്രതികരണം അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതിനുശേഷം സൈബർ ഇടങ്ങളിൽ ആരാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മേലെയല്ല മമ്മൂട്ടി എന്ന മഹാനടൻ, അല്ലെങ്കിൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി അനുഭാവിയായ നടൻ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഇടതുപക്ഷ അനുഭാവത്തെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെയുള്ള പോസ്റ്റുകൾ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ തന്നെ K. റഫീഖിനെ അനുകൂലിച്ചുകൊണ്ട് ഇടത് സൈബർ ഹാൻഡിലുകൾ രൂക്ഷമായ ഭാഷയിൽ ചില ആളുകൾ മമ്മൂട്ടിക്കെതിരെ എഴുതുന്നുണ്ട്. മമ്മൂട്ടി ഇതിനു മുമ്പ് പല വിഷയങ്ങളിൽ മൗനം പാലിച്ചതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു വശത്ത്. അതേസമയത്ത് തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF സൈബർ ഹാൻഡിലുകൾ K. റഫീഖിനെയും CPM നേതാക്കളെയൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ, മമ്മൂട്ടിയുടെ ഈ പ്രതികരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പരിഹസിക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു വന്നത്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, അവിടെ നേരത്തെ വന്നു പോയത് CPMന്റെ ജനറൽ സെക്രട്ടറിയാണ്. അവിടെ CPM നേതാക്കൾ അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ മമ്മൂട്ടിയുടെ സന്ദർശനം അറിഞ്ഞ് ആ സന്ദർശനത്തിനെ ഹൈജാക്ക് ചെയ്യാൻ അവർ ശ്രമം നടത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചർച്ചകൾ അതിനപ്പുറത്തേക്ക് രൂക്ഷമായ വിമർശനത്തിലേക്ക്, മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് മമ്മൂട്ടി ഇതിനു ശേഷം K. റഫീഖുമായി ഫോണിൽ വ്യക്തിപരമായി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ K. റഫീഖിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു മമ്മൂട്ടിക്കെതിരെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ സൈബർ ഇടങ്ങളിൽ മമ്മൂട്ടിക്കെതിരെ രൂക്ഷ വിമർശനമാണ്, അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടാകുന്നത്. മമ്മൂട്ടി ഒരു മാടമ്പിത്തരം കാണിച്ചു എന്ന തരത്തിലേക്ക് പറയുന്നവരുണ്ട്. ഒപ്പം സുരേഷ് ഗോപിയുടെ ചില പ്രതികരണങ്ങൾ
വിമർശനങ്ങളുമായി ചേർത്ത് വെച്ച് ഉപമിച്ചുകൊണ്ട് മമ്മൂട്ടിയെ സമാന നിലയിലാണ് മമ്മൂട്ടിയുടെ പ്രതികരണം ഉണ്ടായതെന്ന് പറയുന്നവരുണ്ട്. ഒപ്പം മോഹൻലാൽ മമ്മൂട്ടി കമ്പാരിസൺ വരെ. മോഹൻലാൽ പാർട്ടി അല്ലെങ്കിൽ സർക്കാരിന്റെ വേദികളിൽ എത്തുന്നു, പക്ഷേ മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ പലതരത്തിൽ മമ്മൂട്ടിക്ക് എതിരായ വിമർശനങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പലതും അതിൽ കടക്കുന്നുണ്ട്. എന്നാൽ ചില സൈബർ ഹാൻഡിലുകൾ ഇത് ആ തരത്തിൽ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല. അദ്ദേഹം ഒരു പെട്ടെന്നുണ്ടായ ഒരു യാത്ര, അതും അത്ര ബുദ്ധിമുട്ടിയ ഒരു യാത്ര ചെയ്തു വന്നതാണ്. അതിനിടയിൽ വന്ന ഒരു അസ്വാരസ്യം, അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല ആ സന്ദർശനം പോയത് എന്നതുകൊണ്ടുണ്ടായ സ്വാഭാവികമായ പ്രതികരണം എന്ന നിലയിൽ കണ്ടാൽ മതി എന്ന് ലൈറ്റാക്കാൻ ശ്രമിക്കുന്ന പോസ്റ്റുകളും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും മമ്മൂട്ടിയും റഫീഖുമാണ് ഇപ്പോൾ സൈബറിടത്തിലെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതിൽ തന്നെ രൂക്ഷമായ വിമർശനം മമ്മൂട്ടി നേരിടേണ്ടി വരുന്നുമുണ്ട്. ഹാഷ്മി, ഓക്കെ, ചോദ്യത്തിന് ഇത് കേരളത്തിലെ ജനങ്ങളുടെ സോഷ്യൽ ക്യാപിറ്റലിന്റെ ഗുണമാണ്, നമ്മുടെ പദ്ധതിയാണ്, നമ്മളാണ് ഉണ്ടാക്കിയത് എന്ന മമ്മൂട്ടിയുടെ പ്രതികരണം പോലും ചില സൈബർ ഹാൻഡിലുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതും അങ്ങനെ പറഞ്ഞതിനെ മമ്മൂട്ടി വിമർശന വിധേയമാക്കുകയാണ്. എന്താണ് സംശയം? കേരളത്തിലെ ജനങ്ങളുടെ സോഷ്യൽ ക്യാപിറ്റൽ തന്നെയാണെന്നാൽ തർക്കമില്ല. പക്ഷേ അതിൽ ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങളിൽ, അതിൽ നടന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിൽ, പുനർനിർമ്മാണത്തിലൊക്കെ രാഷ്ട്രീയക്കാരുടെ പങ്ക് അത് നിസ്തുലമാണ്. അത് CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഏത് സാധാരണ രാഷ്ട്രീയക്കാരനാവട്ടെ, അവരുടെ പങ്ക് അങ്ങേയറ്റം അഭിനന്ദനാർഹവും അങ്ങേയറ്റം അഭിമാനാർഹവുമാണ്. മമ്മൂട്ടി വലിയ നടനാണ്, ഒരു തർക്കവുമില്ല, കേരളം ആദരിക്കുന്ന നടനാണ്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ അവിടുത്തെ പങ്ക് ഏതെങ്കിലും തരത്തിൽ മമ്മൂട്ടിയോടെ വന്നു എന്നുകൊണ്ട് അതിന്റെ ശോഭ കെടുന്നില്ല. അതുകൂടി നമ്മൾ കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.